നീണ്ടകര വേട്ടുതറയിൽ അടിപ്പാതയ്ക്കുള്ള ജനകീയ സമരം തുടങ്ങിയിട്ട് 465 ദിവസം. സമരത്തിൽ ഐക്യദാർഢ്യവുമായി നിരവധി പേരാണ് എത്തുന്നത്. തെക്കുംഭാഗം ശാസ്താംകോട്ട, നീണ്ടകര പഞ്ചായത്തുകളിലേക്കുള്ള പ്രധാന റോഡ് കടന്നുപോകുന്ന വേട്ടുതറയിൽ അടിപ്പാത വേണമെന്നുള്ളത് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യമാണ്. നീണ്ടകര വേട്ടുതറയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായുള്ള ജനകീയ സമരം 465 ദിവസം പിന്നിടുകയാണ്. ജനകീയ സമരത്തിന് ദിവസവും പിന്തുണ ഏറി വരികയാണ്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും മതസ്ഥാപന മേധാവികളും നാട്ടുകാരും തൊഴിലാളികളും വേട്ടുതറയിലെ സമരപ്പന്തലിലെത്തുന്നുണ്ട്. ഒരു വർഷത്തിലേറെയായി തുടരുന്ന പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. തെക്കുംഭാഗം ശാസ്താംകോട്ട, നീണ്ടകര തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കുള്ള പ്രധാന റോഡ് കടന്നുപോകുന്ന വേട്ടുതറയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ പ്രധാന ആവശ്യമാണ്. തെക്കുംഭാഗം നീണ്ടകര നിവാസികൾ നേരത്തെ ജനകീയ പ്രക്ഷോഭം നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. നിലവിൽ നീണ്ടകര ഗ്രാമപഞ്ചായത്തിൽ പുത്തൻതുറ ആൽത്തലമൂട് ജംഗ്ഷനിലും നീണ്ടകര പാലത്തിനോട് ചേർന്നുമാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന പാതയാണ് പടപ്പനാൽ വേട്ടുതറ റോഡ്. വേണ്ടത്ര പഠനം നടത്താതെയാണ് അടിപ്പാത നിശ്ചയിച്ചതെന്ന് ആക്ഷേപമുണ്ട്. കൊല്ലത്തേക്കും കരുനാഗപ്പള്ളിക്കും തെക്കുംഭാഗം വഴി കൂടുതൽ KSRTC സർവീസ് നടത്തുന്ന പാത കൂടിയാണിത്. അഷ്ടമുടി കായൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തെക്കുംഭാഗം ഗ്രാമത്തിലേക്കുള്ള ഏക പാതയുമാണ്. സമരത്തിന് പിന്തുണയുമായി തെക്കുംഭാഗം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് സെബാസ്റ്റ്യനും എത്തി. ഇവിടെ ഒരു അടിപ്പാത ഏറ്റവും അത്യാവശ്യമാണ്. ഇത് ഞങ്ങളെ ഒരു സങ്കല്പമോ സ്വപ്നമോ കാര്യമല്ല, മറിച്ച് ഇതൊരു ആവശ്യമാണ്. അതുകൊണ്ട് എത്രയും വേഗം താമസിയാതെ ഈ ദേശീയപാതയുടെ പണി പുരോഗമിക്കുന്ന ക്രമമനുസരിച്ച് അടിപ്പാത നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അതിനുവേണ്ടി ചൂടും വെയിലും ഒക്കെ അവഗണിച്ചുകൊണ്ട് ജോലികൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പാതയോരത്ത് വന്ന് ഞങ്ങൾക്ക് അടിപ്പാത വേണം, തന്നേ തീരൂ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ സമരസമിതിയോട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നീണ്ടകര ജോയിന്റ് ജംഗ്ഷനിലെത്തി പഴയ ദേശീയപാതയിലൂടെ ഹാർബർ വഴി അടിപ്പാതയിലൂടെ മറുവശത്തെ സർവീസ് റോഡ് വഴി പോകണമെന്ന നിർദ്ദേശമാണ് നിലവിൽ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ സർവീസ് റോഡ് വഴി പുത്തൻതുറയിലെ അടിപ്പാതയിലൂടെ തിരിഞ്ഞ് വേട്ടുതറയിലെത്തി പോകണമെന്നതുമാണ്. ഇത് പ്രായോഗികമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.